നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ചെറിയൊരു അസുഖം വന്നാൽ പോലും ആളുകൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നതും അതുപോലെ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക എന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ടീ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചായ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചായയുടെ ഗുണങ്ങളെന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നും ഒക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ കാണാം. ചായ തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി അടങ്ങിയ പാനീയം കഴിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയാനും അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. ഇഞ്ചിക്ക് ശക്തമായ ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. മഞ്ഞൾ ചെറുതായി അരിഞ്ഞത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾ സഹായിക്കും. മഞ്ഞളിൽ അടങ്ങിയ മെഡിസിനൽ ഗുണങ്ങളാണിതിന് കാരണം. അടുത്തതായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതിലടങ്ങിയ ആന്റി മൈക്രോബിയലും ആന്റി ഇൻഫ്ലമേറ്ററിയുമായ ഘടകങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടും. കൊളസ്ട്രോൾ നേരെയാക്കാനും ഷുഗർ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി നമ്മളിവിടെ ഡ്രൈ ജിഞ്ചർ പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണൽ ആണ്, ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളൂ. ഇനി വേണ്ടത് കറുവപ്പട്ട പൊടിച്ചതാണ്. ഇതിൽ ആന്റി വൈറലും ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗലുമായ ഘടകങ്ങളുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിനും ബിപിയും ഷുഗറും കുറയ്ക്കാനും ഇത് സഹായിക്കും. മാത്രമല്ല ദഹനത്തിനും നല്ലതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു കല്ലെടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റാക്കിയൊന്നും എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും മഞ്ഞളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ തന്നെ കറുവപ്പട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം ഇഞ്ചി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരത്തിന് വേണമെങ്കിൽ അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തേൻ ചേർത്താലും മതിയാകും. ശർക്കരയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി അരിച്ച ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ ചായയുടെ ഒരു നിറമൊക്കെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ തേൻ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ചായയാണ് നമുക്ക് കുടിക്കേണ്ടത്. അപ്പോൾ ഈ ചായയുടെ രുചി എന്ന് പറയുന്നത് നമ്മുടെ ചുക്ക് കാപ്പിയുടെ ഒക്കെ ഒരു രുചിയായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊരു എരിവും അതുപോലെ ചെറുതായിട്ടൊരു മധുരവും ഒക്കെ കാണും. ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ ചായ നല്ലതാണ്. ഇതുപോലെ 1 ഗ്ലാസ് ചായ ഒരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ഹെൽത്തി ആയിരിക്കാനും ഒക്കെ സഹായിക്കും. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.